ഹായ് ഹലോ. ഇന്ന് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റ് കൊണ്ടുവരാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ഗേൾസിനായിരിക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരു മിക്ക ഗേൾസിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ പറയണ കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്കറിയത്തില്ല, എൻ്റെ വീഡിയോസ് കുറേ അമ്മമാരായിക്കോട്ടെ അങ്ങനെയുള്ളവരൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ അവർക്കൊക്കെ തോന്നായിരിക്കാം ഞാൻ എന്തിനാണ് ഈ ഒരു കാര്യം ഇവിടെ വന്നിന്ന് ഇങ്ങനെ പറയണേന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു അതായത് മിക്ക പെൺകുട്ടികൾക്കും റിലേറ്റ് ആകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അഹങ്കാരി എന്നുള്ള ഒരു ടൈറ്റിൽ. ഇപ്പോഴത്തേക്ക് ഓരോ ക്യാരക്ടറായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവർ നന്നായിട്ട് എല്ലാവരും അറിയാത്തവരെ കണ്ടാലും അറിയണവരെ കണ്ടാലും ചിരിച്ച് പോണ ഒരു മൈൻഡായിരിക്കും. ചിലവർ അറിയണവരെ മാത്രം കണ്ടാലേ ചിരിക്കുള്ളൂ. ചിലവർ അത്രയും അടുപ്പം അല്ലാണ്ട് ഇപ്പോൾ വീടിനപ്പുറവും ഇപ്പുറമൊക്കെ ഉള്ളവർ ചിലപ്പോൾ അങ്ങനെ അത്ര കമ്പനിയായവരായിരിക്കില്ല. ചിലപ്പോൾ അവരൊക്കെ ഉണ്ടാ പോലും ചിരിക്കാത്തവരുണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ഓരോരുത്തർ നമുക്കിടുന്ന ഒരു പേരാണ് അഹങ്കാരി എന്നുള്ളത്. എനിക്കറിയില്ല ഞാനിപ്പോൾ പറയണത് എത്രമാത്രം കറക്റ്റായിട്ട് നിങ്ങൾ ആ ഉള്ളിലേക്ക് കയറും എന്നുള്ളത്. ഇപ്പം മിക്കവരും പറയുന്ന ഒരു വേർഡാണ് നീ ഒരു അഹങ്കാരിയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്നോട് ഇങ്ങനെ നേരിട്ട് ആരും വന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല നീ ഭയങ്കര അഹങ്കാരിനെ പോലെയാണ് നീ കാണിക്കുന്നത് എന്ന്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഇഷ്ടമില്ലാത്ത കാര്യം എനിക്കിഷ്ടപ്പെട്ടവരെ കുറിച്ചാണെങ്കിലും എന്നെക്കുറിച്ചാണെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്തായാലും ഉടനെ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ്, ചീത്തയെന്ന് വെച്ചാൽ ചീത്തയാണ്, എനിക്കറിയത്തില്ല. കാരണം എനിക്കൊരു ഇഷ്ടപ്പെട്ടാത്ത ഒരു കാരണം ഇപ്പോൾ എനിക്കിഷ്ടപ്പെടുന്ന ഒരു വ്യക്തിനെ പറ്റിയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും ഞാൻ ഒരു സമയത്ത് ചിലപ്പോൾ എനിക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിൽ. ശരിക്കും അത് നല്ല സ്വഭാവമല്ല എന്നറിയാം. ഞാൻ പരമാവധി അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അങ്ങോട്ട് പൂർണ്ണമായും മാറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ആ രീതിയിൽ തന്നെ ഞാൻ അവരോട് റിയാക്ട് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ മൂത്തവരായിരിക്കാം, ചിലപ്പോൾ എൻ്റെ ഇളയവരായിരിക്കാം. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യും. പക്ഷെ അത് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയോ അവരോട് പിന്നെ ഞാൻ മിണ്ടാതിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഞാൻ നേരെ പോയിട്ട് ചിലപ്പോൾ 1-2 ദിവസമൊക്കെ മിണ്ടാണ്ടിരിക്കും. പിന്നെ ഞാൻ ചെന്നിട്ട് ഞാൻ മിണ്ടാറുണ്ട്. അതങ്ങനെയാണ്. എൻ്റെ ലൈഫിൽ ഇതുവരെ നടന്നേക്കുന്നത് അങ്ങനെയാണോ ഒന്നും ഇങ്ങനെ വെച്ചോണ്ട് ഇരിക്കാറൊക്കെ. നമുക്ക് ലൈഫിൽ വേണ്ടാന്ന് വെക്കണ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിനോട് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് വെറുപ്പ് തോന്നുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരോട് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് വേറെ ഒന്നുമല്ല, അഹങ്കാരി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇടുന്നൊരു പേരാണ് അഹങ്കാരി. പക്ഷെ ശരിക്കും നമ്മൾ പറയേണ്ടത് നമ്മൾ പറയാൻ തന്നെ വേണം. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളാത്ത ആരുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് റിയാക്ട് ചെയ്യാൻ തന്നെ വേണം. അത് പക്ഷേ കുറച്ച് മയത്തിലാവണമെന്ന് മാത്രം. അതായത് അവർക്ക് വേദനിപ്പിക്കാനും പാടില്ല, എന്നാൽ നമുക്ക് പറയേണ്ടത് പറയണം ആ രീതിയിൽ. പക്ഷെ എനിക്ക് പലപ്പോഴും അങ്ങനെ പറ്റാറില്ല, എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അവർക്ക് വിഷമമായ